അങ്ങനെ ഞങ്ങൾ നാഗാലാൻഡിലെ കീടമക്കുട മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ കാണാം. കളറുള്ള മീനൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല മീനുകളും ഇവിടെ കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ മുഷി കാണുന്നുണ്ട്, അതുപോലെ കളറായിട്ടുള്ള മീനുകൾ കാണുന്നുണ്ട്. ഇതിപ്പം നമ്മൾ മാവ മാർക്കറ്റിലായിട്ട് എൻട്രൻസ് ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് കൊഞ്ചുണ്ട്, വലിയ വലിയ ചെമ്മീൻ, അങ്ങനെ എല്ലാ മീനുകളും ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ പല മീനുകളും ലൈവായിട്ട് അവർ ജീവനോടെ തന്നെ വയ്ക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു മാർക്കറ്റാണ്, ഒന്ന് കണ്ടു നോക്കുക. ഇത് ഉണക്കമീൻ മാർക്കറ്റാണ്, ഡ്രൈ ഫിഷ് മാർക്കറ്റ്. ഇത് പല മീനുകളും നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു എല്ല് പോലൊക്കെ ഇരിക്കുന്ന മീനുകളാണ്. ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അടിപൊളി ഒരു മാർക്കറ്റാണ് ഇത്. ഭയങ്കര എന്താ പറയുന്നത്, ഒത്തിരി ദൂരത്തിൽ ഈ ഉണക്കമീൻ മാർക്കറ്റുണ്ട്. അതിൽ പാമ്പ് പോലൊക്കെ ഇരിക്കുന്ന ഒരു മീനുണ്ട്, ഈല്. ഇത് ശരിക്കും കണ്ടാൽ പാമ്പ് പോലൊക്കെ ഇരിക്കും. ഇതെല്ലാം പൊടി മീനുകളും മറ്റു മീനുകളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാമ്പ് പോലുള്ള മീൻ, ഈലെന്ന് പറയും. ആവശ്യം പോലെ ഉണക്കമീനുകളുടെ ബഹളമാണ്, വല്ലാത്തൊരു സ്മെല്ലാണ് ഇതിനൊക്കെ. എല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് നീങ്ങുകയാണ്. പട്ടിയിറച്ചിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണക്കമീൻ മാർക്കറ്റിലൂടെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഫ്രഷ് വാട്ടർ ഫിഷുകളാണ്, ചെമ്മീനാണേലും ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേരുകൾ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എസ്പെഷ്യലി പല മീനുകളും ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിലില്ലാത്ത മീനുകളാണ്. പക്ഷെ വലിയൊരു മാർക്കറ്റാണ്. ഞാനെല്ലാം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊരുമാതിരി ഇപ്പം നമ്മൾ അകത്തോട്ട് കയറുകയാണ്. യെസ്, നമ്മളങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. വേണ്ട പുഴു, ഇതാണ് പുഴു സിൽക്ക് വേംസ് എന്ന് പറയും, പട്ടുനൂൽ പുഴു. 200 രൂപയാണ് ഒരു എത്ര വന്നത്, 100 ഗ്രാം കണ്ടാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതൊരു എന്താ അതിൻ്റെ പേര് പറയുന്നത്, നമ്മുടെ കടന്നൽ കൂട് പോലുള്ള സാധനം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള ചില്ലിയാണ് കണ്ടത്. പച്ചക്കറിയൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. ഗ്രീൻ വെജിറ്റബിൾ ഒത്തിരി അവൈലബിൾ ആണ്. ഇതാണ് മറ്റേ മുളക്, തൊട്ടാപ്പൊള്ളുന്ന മുളകാണ്. ഇത് ഒരു കടന്നലിൻ്റെ കൂട് പോലുള്ള സാധനമാണ്. ഇതിനകത്ത് പുഴുവിനെ ഒരു വറുത്ത് തിന്നും. ഭയങ്കര രസമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മൾ കോഴി അതുപോലുള്ള സാധനങ്ങളുടെ മാർക്കറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. കോഴി, താറാവ്, പാത്ത എന്ന് വേണ്ട ഭയങ്കര വലിപ്പമുള്ള കോഴികളും എല്ലാം പ്ലേറ്റിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ. വലിയൊരു മാർക്കറ്റാണിത്. നോൺ വെജിൻകാർക്ക് ഏറ്റവും സൂപ്പറായിട്ടുള്ള മാർക്കറ്റാണ് ഇത്. മീനിൻ്റെ സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാള, ചെമ്മീൻ, എനിക്ക് തോന്നുന്നു എല്ലാം ഫ്രഷ് വാട്ടർ മീൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കടലിലെ മീനുകളൊന്നും ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ്. ആവശ്യം പോലെ മീനുകൾ അവൈലബിളാണ്. നമ്മൾ കയറിയിടത്താണെങ്കിൽ ഫ്രഷ്. ഇത് മട്ടനാണ്, കാണുന്നുണ്ടോ? മട്ടൻ. ഇതാണ് പട്ടിയിറച്ചി കണ്ടിട്ടുള്ളത് കണ്ടോളൂ. ഇതാണ് നാഗാലാൻഡിലെ പട്ടിയിറച്ചി. പട്ടിയെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് പട്ടിയിറച്ചി. പട്ടിയിറച്ചി കണ്ടോളൂ. നീ കണ്ടില്ല എന്ന് പറയില്ല. ഇതാണ് പട്ടിയിറച്ചി. അത് പെണ്ണുങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് എല്ലാ ജോലിയും ചെയ്യുന്നത്. ഇത് വന്നത് പന്നിയിറച്ചിയാണ്. ഇവിടെ പട്ടി, പന്നി, ആട്, പോത്ത് അങ്ങനെ എല്ലാം അവൈലബിളാണ്. ഇത് പന്നിയിറച്ചിയുടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി, ഇല ഐറ്റം ഒത്തിരി അവൈലബിളാണ് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഇതാണ് ഇനിയിപ്പോൾ പുഴു. ഇത് നമ്മുടെ സിൽക്ക് വേമാണ്. അടിപൊളി. ഇതാ കാണും ജീവനോടെ. ഇതൊക്കെ വാർത്ത തിന്നുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിക്കുന്നവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇത് വേറൊരു ടൈപ്പ് പുഴുവാണ്, റോസ് കളറുള്ള ഒരു പുഴുവാണ്. കാരണം വെളിപ്പാകും. ഇത് ഒരു കളർ വ്യത്യാസമുണ്ട്. ഏതൊക്കെയോ ബ്രീഡിലുള്ള പുഴുക്കളാണ്. എല്ലാ സാധനവും അവൈലബിളാണ് തന്നെ. പുഴു, ഞവണയ്ക്ക, ഇത് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പച്ചിലകളാണ്. ആവശ്യം പോലെ വെറൈറ്റി ആയിട്ടുള്ള പച്ചിലകൾ അവൈലബിളാണ്. നിങ്ങൾ നാഗാലാൻഡിൽ വരുവാണെങ്കിൽ മാവോ മാർക്കറ്റ് ഒരിക്കലും മറക്കാതെ ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഇത് കൂണാണ്. നമ്മുടെ ചതുരപ്പയർ, പല ടൈപ്പിലെ പയറുകൾ, വെജിറ്റബിള്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഈ മാർക്കറ്റിൽ അവൈലബിളാണ്.
അങ്ങനെ ഈ പ്രാവശ്യം നാഗാലാൻഡ് യാത്രയിൽ ഏറ്റവും നല്ല രസമായ ഒരു മാർക്കറ്റായിരുന്നു ഇത്. ഇതൊക്കെ ഇത് ബ്രോക്കോളിയാണ് കണ്ടോ, നല്ല ഫ്രഷ് ബ്രോക്കോളി എല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കൂണ്, കുമ്പളങ്ങ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തങ്ങ, എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇനിയാണ് നോൺ വെജ് സെക്ഷൻ. ഇതാണ് പുഴു 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 സിൽക്ക് വേം, പട്ടനൂൽ പുഴു, ഞവണിക്ക, ഇത് ഞവണിക്ക, കൂണ്. ഓ, ഇത് ഭയങ്കര എരിവുള്ള മുളകാണ്. ഇത് ഈ മുളകെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഫ്ലേവറാണ്, ടേസ്റ്റാണ്. ഇത് എരിവുണ്ട്. ഇത് ആസാമിലും നാഗാലാൻഡിലും മെയിനായിട്ടുള്ള ഒരു മുളകാണത്. കാരണം മാർക്കറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലില്ല എന്താ, ഇത് എലിയാണ്, 150 രൂപയാണ് ഒരു എലിക്ക്. എനിക്കറിയത്തില്ല ഇവരത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു. കാടക്കോഴിയാണ് നിങ്ങൾ കാണുന്നത്, കാടക്കോഴി. ഇവിടെ ഇല്ലാത്ത സാധനമൊന്നും ഇല്ലെന്നുള്ളതാണ്. പക്ഷെ വിലയൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു മീനിൻ്റെയൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ നാഗാലാൻഡ് യാത്ര കഴിയുന്നു. 73 ബൈ.